എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് UPI ഇടപാടുകൾക്ക് ഫീസ് ഏർപ്പെടുത്താനായിട്ട് പോകുമോ എന്നുള്ള ഒരു ന്യൂസ് സോഷ്യൽ മീഡിയയിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട്. അതിൻ്റെ കാരണമായിട്ട് സോഷ്യൽ മീഡിയ പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഏകദേശം 18.28 ലക്ഷം കോടി രൂപയുടെ UPI വഴി കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്നാണ്. നമുക്കറിയാം UPI വന്നത് കൊറോണയ്ക്ക് ശേഷം അത് UPI ഇടപാടുകൾ ഭയങ്കര രീതിയിൽ കുതിച്ചുയർന്നിട്ടുണ്ട്. പേടിഎമ്മിൻ്റെയും ഗൂഗിൾ പേയുടെ വരവോടുകൂടി അത് വീണ്ടും കുതിച്ചുയർന്നു. കാരണം പെട്ടെന്ന് ട്രാൻസാക്ഷൻസ് നടക്കും. നമുക്കൊരു സെക്കൻഡിനുള്ളിൽ ഒരു ക്ലിക്കിനുള്ളിൽ പൈസ ഇവിടെ നിന്ന് മറ്റു ആളുകൾക്ക് വളരെ പെട്ടെന്ന് രീതിയിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഏർപ്പാടായതുകൊണ്ട് എല്ലാവരും ബഹുഭൂരിപക്ഷം ആളുകളും UPIയിലേക്ക് മാറിയിട്ടുണ്ട്. അത് ന്യൂസ് ഇങ്ങനെയാണ് വരുന്നത്. രാജ്യത്ത് അനുദിനം പ്രിയമേറുന്ന ഡിജിറ്റൽ പണമിട സൗകര്യമാണ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് അഥവാ UPI. ഏറെ ലളിതമായി അതിവേഗം പണം കൈമാറാമെന്നതും നൂലാമാലകളില്ലെന്നതുമാണ് UPIയെ സ്വീകാര്യമാക്കിയത്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ 18.41 ലക്ഷം കോടി രൂപ മതിക്കുന്ന, അതായത് 1220 കോടി UPI ഇടപാടുകളാണ് നടന്നത്. ഫെബ്രുവരിയിൽ ഇടപാടുകൾ 1210 കോടി രൂപയും 10 കോടി ഇടപാടുകളും ആ ഇടപാടിൻ്റെ മൂല്യം 18.28 ലക്ഷം കോടി രൂപയായിരുന്നു. അതായത് ഫെബ്രുവരിയിൽ ജനുവരി അപേക്ഷിച്ച് ദിവസങ്ങളുടെ എണ്ണം കുറവായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഒരു ചെറിയ താഴ്ച ഫെബ്രുവരിയിൽ ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. 2022 ഓഗസ്റ്റിൽ ഈ UPI ഇടപാടിന് ഫീസ് ഏർപ്പെടുത്തുന്നത് ചർച്ച ചെയ്യാൻ റിസർവ് ബാങ്ക് ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ UPI ഇടപാടിന് ഫീസ് ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് തൊട്ടു പിന്നാലെ ധനമന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യക്തിഗതമല്ലാത്ത മറ്റ് പേയ്മെൻറ്റ് ഇടപാടുകൾക്ക് ചില പ്ലാറ്റ്ഫോമുകൾ ഫീസ് ഈടാക്കുന്നതായി ഉപഭോക്താക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ബിസിനസ് ടുഡേ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ പറയുന്നത് IRCTC 20 രൂപ ഈടാക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി ഫീസ് ഈടാക്കിയാൽ എന്താണ് സംഭവിക്കുക? ഇതിപ്പോൾ ഫീസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും UPI ഇടപാടുകൾ പെട്ടെന്ന് 1 രൂപയിലും 5 രൂപയിലും ഇതിൽ കൂടെ നടത്തപ്പെടുന്നുണ്ട്. ഫീസ് ഇല്ലല്ലോ. ഇനി ഫീസ് ഏർപ്പെടുത്തിയാൽ 73% പേര് UPI ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കുമെന്ന് ലോക്കൽ സർക്കിൾസ് അടുത്തിടെ സംഘടിപ്പിച്ച സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ, അതായത് ഇത് എന്തായാലും ഇതിൽ തന്നെ പിടിച്ചു നിന്ന് ഇത് മുഖേന ട്രാൻസ്ഫർ ചെയ്യണമെന്ന് താല്പര്യമുള്ള 23% പേർ മാത്രമാണ് ഫീസ് ഈടാക്കിയാലും സഹിക്കാമെന്ന് അറിയിച്ചിട്ടുള്ളത്. അതിൽ ഈ സർവേയിൽ പങ്കെടുത്ത 50% പേരും പ്രതിമാസം ഒരു മാസം ഏകദേശം 10ലേറെ തവണ UPI ഇടപാടുകൾ നടത്തുന്നവരായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു ന്യൂസ് വന്നത്. അപ്പോൾ ഭാവിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇത്രയും കോടി രൂപ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അതിൽ ചെറിയൊരു എമൗണ്ട് നമ്മൾ ഒരാളിൽ നിന്ന് മേടിച്ചാൽ തന്നെ ഗവൺമെൻറ്റിന് അത് വലിയൊരു എമൗണ്ടായിട്ട് മാറും. പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നവരെ നമ്മളിൽ നിന്ന് ചിലപ്പോൾ 5 പൈസ ഒരു ഇടപാടിന് വേണം. അപ്പോൾ നമ്മളെല്ലാവരും 5 പൈസയിൽ പോകുന്നുള്ളൂ. പക്ഷേ അത് ചെന്ന് ചേരുന്നത് ഒരിടത്തായതുകൊണ്ട് അവിടെ ഒരു വലിയ എമൗണ്ട് കുന്നുകൂടും. അപ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക, എന്ന് വേണമെങ്കിലും വരാം. ഏതെങ്കിലും ഒരു ബഡ്ജറ്റിൽ ചിലപ്പോൾ ഇത് പ്രഖ്യാപിക്കപ്പെടാം, ഇന്നല്ലെങ്കിൽ നാളെ എന്നത് നമ്മൾ കണക്കാക്കി തന്നെ ഇരിക്കേണ്ടി വരുന്നു. അപ്പോൾ ഒരു വാർത്ത വന്നപ്പോൾ അത് നമ്മളെ അറിയിച്ചു, വീഡിയോയിലൂടെ എല്ലാവരും അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.